നമസ്കാരം. മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന വലിയൊരു ആരോഗ്യ പ്രശ്നം തന്നെയാണ് പീരീഡ്സ് അഥവാ ആർത്തവ സമയങ്ങളിലുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ. അപ്പൊ ഇത്തരം പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും മറികടക്കാൻ, ആരോഗ്യത്തോടു കൂടി ആ ഒരു ആർത്തവ കാലത്തെ മുന്നോട്ട് നയിക്കാൻ, ജീവിക്കാൻ, അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ആരോഗ്യത്തിന്റെ ഒരു നെടുന്തൂണ് തന്നെയാണ് ഈ പീരീഡ്സ് അഥവാ ആർത്തവം എന്ന് പറയുന്നത്. ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് അമിതമായിട്ടുള്ള വയറുവേദന അനുഭവപ്പെടാം, ചിലർക്ക് അമിതമായിട്ടുള്ള ബ്ലീഡിങ് ആയിരിക്കാം, ചിലരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി റെഗുലറായിട്ട് പീരീഡ്സ് ശരീരത്തിൽ സംഭവിക്കുന്നില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കാം. അപ്പൊ പലതരത്തില് ഈ ഒരു ആർത്തവ സംബന്ധമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അതേ തുടർന്ന് മാനസികമായിട്ട് ഡിപ്രഷൻ വരെ അനുഭവിക്കുന്ന സ്ത്രീകളെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കാണാം. ഇതിനെന്താണ് ഒരു സൊല്യൂഷൻ, ഒരു പരിഹാരം എന്നുള്ള നിലയിൽ ഇതിനൊരു ചികിത്സ നമുക്ക് നിർദ്ദേശിക്കാനുള്ളത് സിംഗിൾ പോയിന്റ് അക്യുപഞ്ചർ ചികിത്സ. നിങ്ങൾ ഇത്തരം സമയങ്ങളിലുള്ള ബുദ്ധിമുട്ടുകൾക്ക്, പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ട്രീറ്റ്മെന്റ് എടുക്കണം എന്നുള്ളതാണ് ആദ്യമേ തന്നെ പറയാനുള്ളത്. മറ്റൊരു കാര്യം, ഈ സമയങ്ങളിൽ പരിപൂർണമായിട്ട് നമ്മളുടെ കുളി ഒഴിവാക്കുക. നമുക്ക് പീരീഡ്സ്, ആർത്തവം, ആ ബ്ലീഡിങ് വരുന്ന ഭാഗങ്ങൾ മാത്രം ശുചിയാക്കുക എന്നതിനപ്പുറത്തേക്ക് ശരീരത്തെ വെള്ളം ഒഴിച്ചിട്ടുള്ള ഒരു കുളി എന്ന് പറയുന്ന ആ ഒരു പ്രവൃത്തി നമ്മൾ ദൈനംദിനം ചെയ്തുകൊണ്ടിരിക്കുന്ന ശരീരത്തെ ശുദ്ധിയാക്കൽ ഈ ആർത്തവ സമയങ്ങളിൽ ആ ഒരാഴ്ച കാലം അല്ലെങ്കിൽ 10 ദിവസം, 15 ദിവസം, എത്ര ദിവസമാണോ അത് നീണ്ടു നിൽക്കുന്നത്, ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കുളി ഒഴിവാക്കുക. രണ്ടാമത്, നമ്മൾ പഴയ കാലത്തെ അപേക്ഷിച്ച് നമുക്ക് ഇപ്പോൾ ജോലിയും മറ്റ് തിരക്കുകളും ഉള്ള ഒരു ജീവിത സാഹചര്യമായിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ പരിപൂർണമായും എല്ലാ പ്രവൃത്തികളും ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ മറ്റൊരാളെ ഏൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ജോലിയിൽ നിന്ന്, നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് കുറച്ച് ദിവസത്തേക്ക് മാറി ശരീരത്തിന് പൂർണ്ണമായും വിശ്രമം നൽകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മൂന്നാമതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ആഹാരത്തെ പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇന്ന് നമുക്ക് നോൺ വെജ് ഇല്ലാതെ ഒരു നേരം പോലും, അല്ലെങ്കിൽ ദിവസത്തിൽ ഒരു നേരം പോലും ഒഴിവാക്കാൻ സാധിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് ഇന്നത്തെ ഓരോ മനുഷ്യന്റെയും ഭക്ഷണശീലങ്ങൾ. അപ്പോൾ നോൺ വെജ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. അതോടൊപ്പം തന്നെ വിശപ്പുണ്ടെങ്കിൽ മാത്രം ഫ്രൂട്ട്സുകളോ വേവിക്കാത്ത പച്ചക്കറികളൊക്കെ കഴിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ആർത്തവ കാലഘട്ടത്തെ ആഹാര രീതിയെ നമുക്കൊന്ന് ക്രമീകരിക്കാം. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കുളി ഒഴിവാക്കുക, ശരീരത്തിന് പൂർണ്ണമായി വിശ്രമം നൽകുക, കട്ടിയുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക, ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ വേവിക്കാത്ത പച്ചക്കറികളൊക്കെ കഴിച്ചുകൊണ്ട് ആർത്തവ സമയത്തുണ്ടാകുന്ന അമിതമായിട്ടുള്ള ബ്ലീഡിങ്, അമിതമായിട്ടുള്ള വയറുവേദന, അതുപോലെ തന്നെ റെഗുലർ അല്ലാത്ത പീരീഡ്സ്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ, ശാരീരികമായിട്ടോ ഡിപ്രഷൻ പോലെയുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളോ, ഇതൊക്കെ ഒഴിവാക്കാൻ ഈ ചിട്ടകൾ പാലിച്ചാൽ നിങ്ങൾക്ക് ആരോഗ്യമുള്ള ഒരു ശരീരം നിലനിർത്താൻ സാധിക്കും. അത് എല്ലാവരും ഇനിയുള്ള ജീവിതത്തിൽ പ്രായോഗികമായി ചെയ്യുക. കേൾക്കുമ്പോൾ നമുക്കിതൊരു പഴഞ്ചൻ ആചാരമാണ്, അല്ലെങ്കിൽ അല്പം വൃത്തികേടായിട്ടും കുളിക്കാതിരിക്കുന്ന ശീലത്തെ പറ്റിയൊക്കെ നമുക്ക് ഓർക്കുമ്പോൾ തോന്നാം. പക്ഷെ നമ്മുടെ ആരോഗ്യം അത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ആ ഒരു ചിന്തയോട് കൂടി ഇത്തരം കാര്യങ്ങൾ സ്വീകരിക്കുക. അതോടൊപ്പം സിംഗിൾ പോയിന്റ് അക്യുപഞ്ചർ ക്ലിനിക്കുകൾ, നമുക്ക് അമിതമായിട്ടുള്ള ക്ഷീണമോ തലവേദനയോ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ സിംഗിൾ പോയിന്റ് അക്യുപഞ്ചർ ചികിത്സ കൂടി ഈ ഒരു കാലഘട്ടത്തിൽ സ്വീകരിക്കണമെന്ന് ഞാൻ നിർദ്ദേശിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബങ്ങൾക്കൊക്കെ അയച്ചു കൊടുക്കുക. നിങ്ങളുടെ ചോദ്യങ്ങൾ കൃത്യമായി കമന്റിൽ രേഖപ്പെടുത്തുക. നമസ്കാരം.